അപ്പൊ ഇന്നത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ NH-66 കേരളത്തിലെ ഹൈവേകളിൽ 2 വീലേഴ്സ് 3 വീലേഴ്സിനൊന്നും അലൗഡ് അല്ല എന്നുള്ളൊരു വാർത്തയാണ്. NH-66 എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മുതൽ കന്യാകുമാരി വരെ 4-5 സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന റോഡാണ്. സേഫ്റ്റി കാരണം കൊണ്ടാണ് ഈ 2 വീലേഴ്സിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതിന് നമുക്ക് പാടെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ അത് നടപ്പിലാക്കിയാൽ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടും. എത്രമാത്രം കാറുകളുണ്ട്, ഒരുപക്ഷെ അതിനേക്കാൾ 2 വീലേഴ്സ്, പ്രത്യേകിച്ച് സർവീസ് റോഡുകൾ വളരെ കൃത്യമായി എല്ലാ സ്ഥലത്തും ഇല്ലാത്തത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിനെ മറികടക്കുന്ന വല്ല കൺസ്ട്രക്ഷനും ഇനി NH-ൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിലവിലെ മേജർ ബ്രിഡ്ജുകൾക്ക് ബദലായിട്ട് എന്തായാലും പോസിബിൾ അല്ല. അല്ല, ബ്രിഡ്ജിൻ്റെ മേലെ കൂടി എന്തായാലും സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കടത്തി വിട്ടേ പറ്റും. അതുപോലെ സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്തും എന്തായാലും കടത്തി വിട്ടു. അതൊരു നിയമപ്രകാരം അങ്ങനത്തെ ഉത്തരവ് വന്നിട്ടില്ല. വന്നിട്ടില്ല. ഗവൺമെന്റ് ഉത്തരവ് ഒരു അങ്ങനത്തെ ഒരു ഓർഡർ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ചേളേരി ഭാഗത്ത്, കൊച്ചി ആ ഭാഗത്ത് ഇങ്ങനെ, മലപ്പുറം ആ ഭാഗത്ത് ഇങ്ങനെ കണ്ടു? എന്തുകൊണ്ടാണ് കണ്ടത്? എനിക്ക് തോന്നുന്നു എക്സ്പ്രസ് ഹൈവേയില് 2 വീലേഴ്സിനെ അനുവദിക്കാറില്ല. അതിന്റെ ചുവട് വെച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്തതാണോ റോഡ് അതോറിറ്റി, ഏതെങ്കിലും ആ ഭാഗത്തുള്ള വല്ല ട്രാഫിക് അതോറിറ്റികളും ചെയ്തതാണോ എന്നറിയില്ല. അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വിങ് ചെയ്താണോ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് കമ്പനിക്കും ചെയ്യാം, കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയും ചെയ്യാം. അല്ലാതെ ഗവൺമെന്റ് തലത്തിലോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തലത്തിലോ അത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. ഒരു NH-66 ജനറൽ നിയമമാണ്. അതായത് ഒരു ആക്സസ് കൺട്രോൾഡ്, അതായത് 2 വീലേഴ്സ് പോകാൻ പാടില്ല. കേരളത്തിലെ ഒരു ജിയോഗ്രഫിക്കൽ ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. കാരണം അടുത്തടുത്ത് വീടുകളും ടൗണുകളിലൂടെയൊക്കെയാണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം 2 വീലേഴ്സിന് ചോദിച്ചാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ വലുതാണ്. കേരളത്തിൽ തന്നെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, പാവപ്പെട്ടവർ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ വാഹനങ്ങളാണ്. 2 വീലേഴ്സ് ആയാലും റിക്ഷ ആയാലും ഇതിലേക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിഗതി വളരെ മോശമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഈ 2 വീലേഴ്സ് നിരോധിക്കാന്ന് പറയുമ്പോൾ അതിനും നല്ല വശങ്ങളുണ്ട്. അതാരും കാണുന്നില്ല. കാരണം ഇതിനകം ഒരുപാട് അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. 80% അതില് 2 വീലേഴ്സ് ആണ് അപകടത്തിൽ പെട്ടത്. അതിൽ ഒരു 80% ആൾക്കാർ മരണപ്പെട്ടു. എന്തുകൊണ്ടും സർവീസ് റോഡല്ലേ നല്ലത്. സർവീസ് റോഡാണ് നല്ലത് എന്ന് പറഞ്ഞാല് ഇത് മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കംപ്ലീഷൻ ആയിട്ടില്ല പ്രോജക്ട്. ഈ കംപ്ലീഷൻ ആകാണ്ടിരിക്കുമ്പോഴുള്ള ഒരു സ്ഥലത്ത് കുഴിയിൽ വീണിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ 2 വീലേഴ്സിന് നല്ലൊരു ബോധവൽക്കരണം കൊടുക്കുകയാണ്. ഈ മെയിൻ ഹൈവേയിൽ എങ്ങനെ വാഹനം ഓടിക്കേണ്ടത്, ലെഫ്റ്റ് അറ്റാക്ക് മാത്രം യൂസ് ചെയ്ത് വാഹനം ഓടിക്കുക, അങ്ങനെ നല്ലൊരു ബോധവൽക്കരണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആവൂലേ.